എപ്പോഴും ഒരേപോലെ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിലൊരു ത്രില്ലുള്ളത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ട്യൂട്ടർ കേക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു. ഞാൻ സാധാരണ എപ്പോഴും 2 കേക്ക് ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാക്ക് ചെയ്തിട്ടാണ് ട്യൂട്ടർ കേക്ക് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ട്യൂട്ടർ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത്ര ബുദ്ധിമുട്ടായിട്ടില്ലെങ്കിലും അത്ര എളുപ്പമായിട്ടും എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ ഫിനിഷിങ് ചെയ്യുന്നിടത്താണ് നമ്മൾ കുറച്ച് വെള്ളം കുടിക്കണത്. അപ്പം ലെയർ ഡെക്കറേഷനൊക്കെ ഉള്ള കാരണം ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ സെറ്റാക്കി എടുത്തിട്ട്. പിന്നെ നമ്മൾ കേക്കിലധികം ഫില്ലിങ്സ് ഒന്നും ഇട്ടിട്ടില്ല. നമ്മുടെ കസ്റ്റമർക്ക് ഫില്ലിങ്സേ വേണ്ടാന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ എന്നുള്ള രീതിക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കാണുന്നവർക്ക് ചിലവർ വിചാരിക്കും എന്തത് ഫില്ലിങ്സ് ഒന്നും അധികം ഇടാണ്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട വിചാരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചിലവർക്കൊക്കെ ഫില്ലിങ്സ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് ഫില്ലിങ്സേ ഇല്ലാത്തതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമുള്ളത്. അതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടപ്രകാരമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യാറുള്ളത്. പിന്നെ ട്യൂട്ടർ കേക്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ക്രംസ് യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ എന്നത്തെ പോലെ സിമ്പിൾ ഡെക്കറേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനാട്ടോ.